കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പട്ടികയ്ക്കെതിരെ ദുരന്തബാധിതർ രംഗത്ത്. പട്ടികയിൽ നിന്നും അർഹതപ്പെട്ടവരെ അവഗണിച്ചു എന്നാണ് പരാതി. പൂർണ്ണമായും വീട് തകർന്നവരുടെ പേരുകൾ പട്ടികയിലില്ല എന്ന് ദുരന്തബാധിതർ പറയുന്നു. വയനാടിനെ പോലെ വിലങ്ങാടിനെയും ചേർത്ത് പിടിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ അതിജീവിക്കുന്ന വിലങ്ങാടൻ ജനതയെ അവഗണിക്കുന്നു എന്നാണ് ദുരിതബാധിതരുടെ പരാതി. ഉരുൾപൊട്ടി അതിനുശേഷം തന്നെ വാടക വീടും ബന്ധു വീടുകളിലൊക്കെ ആയി മാറിയാണ് താമസിച്ചു പോന്നിരുന്നത്. ഇനിയിപ്പം 1-2 മാസം കൊണ്ട് പുതിയൊരു മഴക്കാലം ആരംഭിക്കുകയാണ്. എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. വിലങ്ങാട് പന്നിയേരി ഉന്നതിയിലെ രജീഷിന്റെ വാക്കുകളാണിത്. വീട് പൂർണ്ണമായി തകർന്ന ഇത്തരത്തിൽ നിരവധി പേരാണ് ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നത്. ആദ്യം 36 കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പരാതികൾ ലഭിച്ചതോടെ 15 പേരെ ഒഴിവാക്കി. ആദ്യത്തെ ലിസ്റ്റിൽ പേരും കളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് അതിൽ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് അവകാശപ്പെടാത്ത ആൾക്കാരുള്ളതുകൊണ്ട് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ ലിസ്റ്റ് രണ്ടാമത് വന്നതിൽ 21 വീട്ടുകാരിൽ നമ്മളെ പേരില്ല, നാട്ടിലുള്ള ആരുടെ പേരും ഇല്ല. എൻ്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചു പോയതാണ്. ഞാനും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള 2 വീട്ടുകാർ, ഞങ്ങൾ 3 വീട്ടുകാർ വീട് പോയതിൽ ആ 3 ആൾക്കാരും എവിടെയും ലിസ്റ്റിൽ വന്ന് കാണുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയത്തില്ല. കുറ്റല്ലൂർ, മാടഞ്ചേരി, പന്നിയേരി ആദിവാസി ഉന്നതികളിലെ ദുരിതബാധിതരെ പൂർണ്ണമായും അവഗണിച്ചു. കോഴിക്കോട് NIT നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത്. ദുരിതബാധിതരുടെ പരാതി പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം ആരംഭിച്ചു എന്നാണ് വിവരം. 24 കോഴിക്കോട്.